രാഖി, അപ്പോൾ ഈ പുണ്യമാസം ചികിത്സയ്ക്ക് കൂടിയുള്ളതാണ് അല്ലെ? കർക്കിടക ചികിത്സയ്ക്ക് കൂടിയുള്ളതാണ്. അപ്പോൾ ആരോഗ്യം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സമ്പൂർണ്ണമാകുന്നത്. കർക്കിടക മാസത്തിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ആരോഗ്യ പരിപാലന രീതികളെ പരിചയപ്പെടാം. ഔഷധ കർക്കിടകം. കർക്കിടക ചികിത്സ ചെയ്യുന്നത് വർഷ ഋതുവിലാണ്. അതിന് തൊട്ട് മുൻപുള്ള ഗ്രീഷ്മ ഋതു അതിശക്തമായിട്ടുള്ള ചൂട് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് മാറി തണുപ്പ് വരുമ്പോൾ അന്തരീക്ഷത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ ശരീരത്തിൽ പല ദോഷങ്ങൾ വർദ്ധിക്കുകയും വാതപിത്ത കഫദോഷങ്ങൾക്ക് വർധനവുണ്ടാവുകയും അതനുസരിച്ചിട്ട് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. വാദം വർദ്ധിച്ചു വരുമ്പോൾ തരിപ്പ്, പെരുപ്പ്, നീർക്കെട്ട്, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിത്തം വർദ്ധിക്കുന്ന സമയത്ത് ദഹനക്കുറവ്, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി തുടങ്ങിയവ കാണിക്കുന്നു. അതുപോലെ കഫം വർദ്ധിക്കുമ്പോൾ ജലദോഷം, ചുമ, നീർക്കെട്ട്, പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ എന്നിവയാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഈ അവസ്ഥകൾ കുറയ്ക്കുന്നതിന് ആയുർവേദ ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് ദോഷങ്ങളെ പുറത്ത് കളഞ്ഞ് നമ്മൾ ഒരു ഡീടോക്സിഫിക്കേഷൻ ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചകർമ്മ ഇവിടെ ഉപയോഗിക്കുന്നത്. ശരീരത്തെ എണ്ണ തേച്ച് കിഴികളൊക്കെ ചെയ്ത് ശ്രേഷ്ഠമായിട്ടുള്ള ആ ശരീരത്തെ ദുഷിച്ച ദോഷങ്ങൾ തള്ളുന്നതിന് വേണ്ടി പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തു വരുന്നു. വമന, വിരേചന, വസ്തി, നസ്യം, രക്തമോക്ഷം തുടങ്ങിയ പഞ്ചകർമ്മ അനുയോജ്യമായിട്ടുള്ളത് കർക്കിടകത്തിൽ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഋതുസന്ധ്യയോടനുബന്ധിച്ച്, അതായത് ഒരു ഋതു മാറി അടുത്ത ഋതു വരുമ്പോൾ മാറുന്ന ഋതുവിൻ്റെ അവസാനത്തെ 7 ദിവസവും തുടങ്ങുന്ന ഋതുവിൻ്റെ ആദ്യത്തെ 7 ദിവസവും ചേരുന്ന ആ ഒരു 14 ദിവസമാണ് ഋതുസന്ധ്യ എന്ന് പറയുന്നത്. ഈ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാറ്റം ദുർബലമായിട്ടുള്ള ശരീരമുള്ളവരിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇല്ലെങ്കിൽ തന്നെ രോഗമുള്ള ആൾക്കാർക്ക് അവരുടെ സിംറ്റംസ് കുറച്ചുകൂടി വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അന്തരീക്ഷത്തിലെ ബലം ശരീരബലത്തെക്കാൾ കൂടുതലായി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ സിംറ്റംസ് കണ്ടുവരുന്നത്. ഇത് തന്നെയാണ് രോഗപ്രതിരോധന ശേഷി കുറയുന്നതിനും പ്രധാനമായിട്ടുള്ള കാരണം.